പെട്ടെന്ന് ശുക്ലം പോവുക. ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ. ഒരു 2 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ അതിന് ചുവടെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ശുക്ലം പോകുന്നൊരവസ്ഥ പലരെയും ബാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരിൽ പോലും കൂടുതൽ ആളുകളും പ്രയാസപ്പെടുന്നൊരു സംഗതിയാണ്. ടൈമിങ് തീരെ കിട്ടുന്നില്ല. പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷന് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ ഏജ് ഉണ്ടായിരിക്കും, പക്ഷേ ടൈം കിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചില ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടേഷൻ എടുക്കുന്ന 40-45 വയസ്സുള്ള ആളുകളുണ്ടായിരിക്കും. അവരും പറയും, ഡോക്ടർ ഇത് തുടങ്ങിയിട്ട് ഏകദേശം കല്യാണ സമയത്ത്, വിവാഹം കഴിഞ്ഞ സമയത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോഴാണ് ഞാനിത് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം എന്നുള്ളത്. അപ്പോൾ പല ആളുകളെയും കാലങ്ങളായിട്ട് പ്രയാസപ്പെടുത്തുന്ന സംഗതിയാണ് ടൈമിങ് കിട്ടുന്നില്ല. പെട്ടെന്ന് ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഖലനം സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കര പേടിയുണ്ടായിരിക്കും. ഇത് കാലാകാലം എങ്ങനെ ആയിരിക്കുമോ, പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള പല ആശങ്കകളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാനൊരു റീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഇതിനെ ബാധിക്കുന്നുണ്ട്, അതേപോലെ മാനസികാരോഗ്യം ഇതിനെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി നല്ലോണം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചില ആളുകൾ ചില ഭക്ഷണ രീതികൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രീമച്വർ ഇജാക്കുലേഷനെ നല്ലോണം ഡയറക്റ്റായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പൊതുവേ പറയാറുള്ളതാണ്, നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ലൈഫ് സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു ടൈമിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക, അതിനുള്ള ടെക്നിക്കുകൾ ഏതൊക്കെയാണുള്ളത്, അതുപോലെ ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്, ഏതൊക്കെ ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കേണ്ടതുണ്ട്, അതുപോലെ എക്സസൈസുകൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ തെറാപ്പികൾ നമുക്ക് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഏതൊക്കെ, തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, ക്വീൻബി ഹെൽത്ത് കെയർ, കൊടുവള്ളി. സാധാരണ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റ് പെനിട്രേഷൻ നടത്തിയതിന് ശേഷം ഒരു 7-8 മിനിറ്റ് എടുക്കും എന്ത്, സ്ഖലനം സംഭവിക്കാൻ. ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അത് ഒരു കൺട്രോൾഡായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ലൊരു ബോഡി ഫിറ്റ്നസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഒരു 20-30 മിനിറ്റ്സ് വരെയും പോകാറൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യത. ഈ പ്രീമച്വർ ഇജാക്കുലേഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈവൻ ചില ആളുകൾ ബന്ധപ്പെടുന്നതിന് മുന്നേ പെനിട്രേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കില്ല, അതിനു മുന്നേ തന്നെ സ്ഖലനം സംഭവിക്കുക. അതുപോലെ തന്നെ പെനിട്രേഷൻ നടത്തി 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 മിനിറ്റിന് മുന്നേ ആയിട്ട്, 2 മിനിറ്റ് മുന്നോടി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, സ്ഖലനം സംഭവിക്കുക എന്നുള്ളത്. ഇങ്ങനെ വരുന്ന ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ചിലപ്പോൾ ഉദാഹരണത്തിന് പ്രശ്നം ഉണ്ടായിരിക്കില്ല, നല്ല രീതിയിൽ ഉദാഹരണം ഉണ്ടായിരിക്കും, പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്ഖലനങ്ങൾ സംഭവിച്ചു പോകും. അതുപോലെ രാവിലെ നിൽക്കുന്ന നേരത്ത് ഉദാഹരണം ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും, എല്ലതും ഉണ്ടായിരിക്കും, പക്ഷേ ഇത് ശരിയായ രീതിയിൽ ആസ്വാദകരമാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പാർട്ട്ണറെ ചിലപ്പം തൃപ്തിപ്പെടുത്താൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ആയിട്ട് പിന്നീട് ഭാവിയിൽ മാറുക എന്നുള്ളത്. പ്രധാന റീസൺ നോക്കുകയാണെങ്കിൽ, ഒന്ന് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. ആങ്സൈറ്റി കൂടുക, വെപ്രാളം കൂടുക, വേജാറ് കൂടുക, ടെൻഷൻ കൂടുക. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് ഇത് നല്ലോണം കാണാറുണ്ട്. പിന്നീട് അതൊരു പ്രാക്ടീസ് ചെയ്ത് ഒരു 3, 5, 6 മാസം കണ്ടൊക്കെ എത്തുന്ന സമയത്ത് അതിനനുസരിച്ച് ഗ്രാജ്വലി എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ടൈമിങ്ങിലേക്ക് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ പലരും വളരെ ടെൻഷനായിട്ട് തന്നെ വിളിക്കാറുണ്ട്, ഡോക്ടർ എങ്ങനെയൊക്കെയാണ് പ്രശ്നം, വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമൊക്കെ ആയിട്ടുള്ളൂ, എൻ്റെ വൈഫ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പെട്ടെന്ന് ഇതായി പോണത്, ടൈമിംഗ് ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്ത് പറ്റി, എന്ത് പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ പാർട്ട്ണർ എന്നോട്, ഞാനാകെ ടെൻഷനാണെന്നുള്ള രീതിയിൽ എന്നുള്ളത്. അപ്പോൾ ഇത് ബഹുഭൂരിപക്ഷം ന്യൂലി കപ്പിൾസിന് കണ്ടുവരുന്നൊരു സംഗതിയാണ്. ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് എന്ത് വരിക, ഈ ഒരു പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക പോകുന്നത്. അവർക്ക് ഉദാഹരണം ഉണ്ടായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്ത് ചെയ്യും, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന റീസൺ. അതിന് ഈ പറഞ്ഞതുപോലെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് നല്ലോണം രീതിയിൽ കണ്ടുവരുന്നുള്ളതാണ്. അത് ഈവൻ ചില ആളുകളുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ, പെട്ടെന്ന് ബോഡി നല്ല രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഇത് പൊതുവേ എന്ത് ചെയ്യും,
ചെയ്യും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് അവർക്ക് വരും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ കണ്ടുവരിക എന്നുള്ളതാണ്. രണ്ട് വരുന്നത് ഫിസിയോളജിക്കൽ എന്ന് ശാരീരികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതായത് ആ ഒരു പുരുഷൻ്റെ ലിംഗത്തുമ്മിൽ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റിവിറ്റി ആകും. ജസ്റ്റ് ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ബോഡി ഭയങ്കര സെൻസിറ്റീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രതികരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ജസ്റ്റ് ഒരു ടച്ചിങ് ആകുന്ന സമയത്ത് തന്നെ ഭയങ്കര നല്ല രീതിയിൽ എന്ത് ചെയ്യാറും ഈ പറഞ്ഞ സെൻസേഷൻ ഫീൽ ചെയ്യും, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി മൂന്നാമത് റീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ജെനറ്റിക്സ്, പാരമ്പര്യമായിട്ട് കണ്ടുവരാറുണ്ട്. പാരമ്പര്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അങ്ങനെയും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും എടുത്ത് നോക്കുക റീസൺ. അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് ചില ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതുമൂലം ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ റയറായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈക്കോളജിക്കലിയാണ്, അതുപോലെ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടാണ് പലപ്പോഴും ഇത് കണ്ടുവരാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംശയമുണ്ട്, ഇതെങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇതെങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ കോണ്ടം എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടെ ടൈമിങ് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കോണ്ടം യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആ ഒരു പുരുഷ ലിംഗത്തിന് മുകളിൽ ഒരു കവറിങ് വരുന്നുണ്ട്. അപ്പോൾ ആ കവറിങ് വരുന്ന സമയത്ത് ഡയറക്റ്റ് ഒരു സ്റ്റിമുലേഷൻ എവിടേക്ക് എത്തില്ല, ലിംഗത്തിലേക്ക് എത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബന്ധപ്പെടാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു കൂടുതൽ ടൈമിങ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്ത് ചെയ്യുക, നിങ്ങൾ കോണ്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ ടൈമിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്കുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അത് വലിയൊരു അസുഖമൊന്നുമല്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നല്ല അതിനനുസരിച്ചിട്ടുള്ള സെക്ഷൽ ലൈഫ് നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് നല്ല രീതിയിൽ ടൈമിങ് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും ഒരു കാര്യം കൂടെ അതിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മറ്റൊന്ന് ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഉറക്കം കുറവുള്ള ആളുകൾക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നുള്ളതാണ്. പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക മാത്രമല്ല നല്ല രീതിയിൽ ക്ഷീണം അവരിൽ ഉണ്ടാകുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബോഡിയിൽ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കൂടുതൽ വരിക, പെട്ടെന്ന് ബോഡി ഓൾറെഡി ഒരു കമ്പാരിറ്റീവ് നല്ല ഹീറ്റ് പ്രകൃതമുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ ഉറക്കം കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം നല്ല രീതിയിൽ കണ്ടുവരും. ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യം കൂടും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ നല്ലവണ്ണം ഉണ്ടായിരിക്കും, ദഹന സംബന്ധമായ പ്രയാസങ്ങളുണ്ടായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മുറിവ് വരുന്ന അവസ്ഥകൾ വരിക. അതേപോലെ തന്നെയാണ് പെട്ടെന്ന് സ്ഖലനം എന്ത് ചെയ്യും സംഭവിച്ചു പോകുന്നുള്ളത്. ഞാൻ പൊതുവെ പറയാറുണ്ട്, നമ്മൾ ഒരു ആളിക്കത്തുന്ന തീ ഉണ്ടായിരിക്കും, നല്ല ഫ്ലെയിംസൊക്കെ വരുന്ന തീ, ആ തീയുടെ പ്രത്യേകത അങ്ങനെ ആളിക്കത്തുന്ന തീ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും കെട്ടുപോകുന്ന ഒരു സാഹചര്യം. ജസ്റ്റ് ഒരു കാറ്റടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് കെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ കുക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രത്യേകത്തിൽ ഒരു തീ കൊള്ളാനോ ഒന്നിനെ കൊണ്ട് ആ ഒരു തീനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഹീറ്റ് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ പറഞ്ഞതുപോലെ കനലായിട്ട് കിടക്കണം, എങ്കിലും നമുക്കത് കുക്കിങ്ങിനായാലും ചൂട് കൊള്ളാനായാലും അതിനൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രീമച്ചർ ഇജാക്കുലേഷൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് നല്ല രീതിയിൽ ഉദാഹരണം കിട്ടും, പെട്ടെന്ന് എന്ത് ചെയ്യും കെട്ടുപോകുന്ന ഒരവസ്ഥ, പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രീമച്ചർ ഇജാക്കുലേഷനുള്ള ആളുകളുടെ ഇതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഡിപ്രഷൻ അടിച്ചു പോവുക, പിന്നെ അൺവാണ്ടഡ് ആയിട്ട് ഓവർ തോട്ട്സുകൾ നല്ല രീതിയിൽ വരിക, അതുപോലെ ഗ്യാസ് ഇറിറ്റേഷൻ, ബേണിംഗ് സെൻസേഷനുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൂടുതൽ വരിക. അതേപോലെ ബോഡി ടെമ്പറേച്ചർ കമ്പാരിറ്റീവിൽ എന്ത് ചെയ്യും, കുറച്ചൊരു കൂടുതൽ പോലെ ഫീൽ. ചില ആളുകൾ പറയില്ല, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ എൻ്റെ ബോഡി നല്ല ചൂടുണ്ടല്ലോ എന്നുള്ളത്. കാര്യത്തിൽ അയാൾക്ക് പനിയൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ അവരിൽ പൊതുവായിട്ട് കാണുന്ന ചില അടയാളങ്ങളാണെന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാകുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളിലും കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോർമലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഭക്ഷണങ്ങൾ നമുക്ക് ഏതൊക്കെ എടുത്ത് ഒഴിവാക്കണം ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം. പ്രീമച്ചർ ഇജാക്കുലേഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ഒന്ന്, ഈ നോൺ വെജ് അമിതമായിട്ട് കഴിക്കരുത്. പ്രത്യേകിച്ച് നല്ല രീതിയിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചിക്കന് പോലെയുള്ളത്, കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ്. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുകയും ചെയ്യും. രണ്ടാമത്, സ്പൈസി ഫുഡുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അത് എരിവ് കൂടി ഏത് തരം, പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ചുവന്ന മുളക്, അതുപോലെ ചീനമുളക്, പച്ചമുളക്, ഈ മുളക് പൊടി, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇതും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, പെട്ടെന്ന് സ്ഖലനം
സമാധാനം വരുത്തും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഈത്തപ്പഴം കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത്. ഉദാഹരണം കുറവുള്ള ആളുകൾക്ക് ഈത്തപ്പഴം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഡേറ്റ്സ് കൂടുതലായിട്ട് എടുക്കുന്ന ചില ആളുകൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമച്ചുർ ഇജാക്കുലേഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ഡേറ്റ്സ് അമിതമായിട്ട് എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് മുരിങ്ങ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ സെക്ഷൽ ഹെൽത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സംഗതിയാണ് മുരിങ്ങ വളരെ നല്ലതാണെന്നുള്ളത്. ബട്ട് നിങ്ങൾക്ക് പ്രീമച്ചുർ ഇജാക്കുലേഷൻ്റെ ടൈമിങ് തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുരിങ്ങ കൂടുതൽ കഴിക്കരുത്. മുരിങ്ങ നിങ്ങൾ എത്രത്തോളം കൂടുതൽ കഴിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് സ്ഖലനം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം നിങ്ങൾക്ക് ഉദാഹരണക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങ വളരെ നല്ല ബെനിഫിഷ്യലാണ്. ഉദാഹരണം കൂട്ടാൻ അത് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ എന്ത് ബാധിക്കും, പ്രീമച്ചുർ ഇജാക്കുലേഷൻ പെട്ടെന്ന് സ്ഖലനം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് ബദലായിട്ട് അത് പ്രീമച്ചുർ ഇജാക്കുലേഷൻ നിങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കക്കരി കഴിക്കുക. കുക്കുംബർ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പച്ചക്ക് തന്നെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഭക്ഷണത്തിൽ പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തൈര് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങളെ ഒരു കാംനെസ് നിങ്ങളുടെ ബോഡിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നുള്ളതാണ്. മറ്റൊന്നാണ് കാമോമൈൽ ടീ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു ഫ്ലവറാണ്. അത് എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്ലവറും ലീവ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലവർ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അത് കുടിക്കുന്നത് നല്ല ബെനിഫിഷ്യലാണ്. അത് മാത്രമല്ല ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം കേട്ടോ. കാരണം ഈ വെള്ളം കൂടി കുറഞ്ഞ ആളുകളിലും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ദിവസം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മുടെ മാതളപ്പഴം ഉണ്ടല്ലോ, അനാർ എന്ന് പറയുന്നത്, അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ടൈമിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സെക്ഷൽ ബൂസ്റ്റിങ്ങിനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ദിവസം 1 കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നെല്ലിക്ക വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെല്ലിക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉപ്പിലിട്ട് കഴിക്കരുത്, അല്ലെങ്കിൽ ഉപ്പ് കുത്തി കഴിക്കരുത്. സാധാരണ ചവച്ചരച്ച് 1-2 നെല്ലിക്ക ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ്ട്രിക് പ്രശ്നമുണ്ടെങ്കിൽ അത് ഹീലാവാനും അതുപോലെ സെക്ഷൽ ബൂസ്റ്റിങ്ങിനും ടൈമിങ് കിട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമുക്ക് ചില സപ്ലിമെൻറ്റുകളുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് സപ്ലിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ. അത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സിങ്ക് അടങ്ങിയിട്ടുള്ള സീഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, പംകിൻ സീഡ്സുകളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ആൽമണ്ട് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഞാൻ ഈത്തപ്പഴത്തിൻ്റെതാണ് നിങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞത്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൽമണ്ട്, ബദാം, പിസ്ത, കശുവണ്ടി പോലെയുള്ളതൊക്കെ ഭക്ഷണത്തിൽ നല്ലോണം ഉൾപ്പെടുത്തുക. അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, ഞാൻ നേരത്തെ നെല്ലിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ മറ്റു ഓറഞ്ച് പോലെയുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ സെക്ഷൽ താല്പര്യങ്ങൾ കൂട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓവറോൾ ബോഡി ഹെൽത്ത് നന്നാക്കാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ വത്തക്കയുണ്ട്, നമ്മൾ തണ്ണിമത്തന്, അതും നല്ല രീതിയിൽ താല്പര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ടൈമിങ് കൂട്ടാനൊക്കെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തണ്ണിമത്തൻ കഴിക്കുക എന്ന് പറയുന്നതൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഒമേഗ 3 നല്ല രീതിയിൽ കഴിക്കാം. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഈ സെക്ഷൽ താല്പര്യം കൂട്ടാനും ടൈമിങ് കൂട്ടാനും അതും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണശീലം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കീഗൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ KEGEL എന്നുള്ള രീതിയിൽ കീഗൽ എക്സസൈസ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വിവിധ തരത്തിൽ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അത് വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള പലരും ഫ്ലോറിലുള്ള മസിൽ സ്ട്രെങ്ത്ത് കിട്ടാനും അതേപോലെ തന്നെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് ട്രീറ്റബിളാണ്, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ പുറമെ ഞാൻ ലാസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കൂടി പറയുകയാണ്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടെക്നിക്കുകൾ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈമിങ് കിട്ടുമെന്നുള്ളതാണ്. ഒന്ന് സ്റ്റോപ്പിംഗ്, റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അതായത് നിങ്ങൾക്ക് സെക്ഷൽ അറോസൽ വന്ന് സ്ഖലനം സംഭവിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിർത്തി വെക്കുക, എന്നിട്ട് പഴയ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണെന്നുള്ളതാണ്. മറ്റൊന്ന് ഏതാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ പ്ലേ കൺട്രോൾഡ് ആയിട്ട് ലോങ് ടൈം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളെ പാർട്ട്ണറെ നല്ല രീതിയിൽ
തൃപ്തിപ്പെടുത്തിയിട്ട് അവർക്കൊരു ഓർഗാസം വരുന്ന രീതിയിലേക്ക് എത്തിയതിന് ശേഷം മാത്രം പെനിട്രേഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് പേർക്കും അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫീലിങ്സ് ലഭിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ക്യൂസിങ് മെത്തേഡ് ഉണ്ട് കേട്ടോ. അതേപോലെ സ്ഖലനം സംഭവിക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കുക. അതിൻ്റെ ടിപ്പിൽ ആ ഒരു ഗ്ലാൻസ് പെനിസിൻ്റെ ഭാഗത്ത് ഒന്ന് പിടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പഴയ രീതിയിലേക്ക് പോവുകയും വീണ്ടും ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ ടൈമിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള അടുത്ത് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ടെക്നിക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ അതിന് കൂടെ കുറച്ചൊരു മെഡിസിൻ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എത്ര വർഷം ഉള്ളതാണെങ്കിലും ശരി നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പലതരത്തിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും, മുടി കൊഴിച്ചിലുണ്ടായിരിക്കും, താരൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പലതരത്തിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഹീലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കൺഫ്യൂഷനുകളുണ്ട്, കൂടുതൽ ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.